ഹോർമുസ് കടലിടുക്കിൽ UAE എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഒമാൻ സമുദ്രാതിർത്തിയിലുള്ള ഹോർമുസ് കടലിടുക്കിലെ തെക്കൻ ഷിപ്പിംഗ് ലൈനിൽ വെച്ച് UAE പതാക വഹിച്ച 2 എണ്ണക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത്. 2 ഇറാനിയൻ ക്രൂയിസ് മിസൈലുകളാണ് കപ്പലുകളിൽ പതിച്ചതെന്ന് UAE പ്രതിരോധ മന്ത്രാലയം തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ 6 ഇന്ത്യക്കാരും 2 ഉക്രൈനിയൻ പൗരന്മാരും ഉൾപ്പെടുന്നു. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. മിസൈൽ പതിച്ചതിനെ തുടർന്ന് 2 കപ്പലുകളിലും തീപിടുത്തമുണ്ടായെങ്കിലും പിന്നീട് നിയന്ത്രണ വിധേയമാക്കിയതായി മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണ് ഈ ആക്രമണമെന്ന് UAE അപലപിച്ചു. തങ്ങളുടെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനും തിരിച്ചടിക്കാനും പൂർണ്ണ അവകാശമുണ്ടെന്നും UAE വ്യക്തമാക്കി. അതേസമയം ഗൾഫ് മേഖലയിലാകെ സംഘർഷം വ്യാപിക്കുകയാണ്. കുവൈറ്റിലെ പേട്രിയറ്റ് മിസൈൽ സിസ്റ്റം ഉൾപ്പെടെയുള്ള US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തങ്ങൾ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ സൈന്യം അവകാശപ്പെട്ടുവെന്ന് ഇറാനിയൻ ഔദ്യോഗിക വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലും പരിസരത്തും സൈനിക സംഘർഷം അതിരൂക്ഷമാകുന്നതിനിടെയാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ. ഇതിനിടെ ഇറാൻ തുറമുഖങ്ങളിൽ നാവിക ഉപരോധം പുനഃസ്ഥാപിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു. ഏപ്രിൽ മുതൽ ജൂൺ വരെ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ പുനരാരംഭിക്കുമെന്ന് US സൈന്യം അറിയിച്ചു. ഇതിനു പുറമെ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും ഈ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ കടന്നുപോകുന്ന ചരക്കുകൾക്ക് 20% ചുങ്കം ഏർപ്പെടുത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ അസ്ഥിരമായ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആവശ്യമായ ചിലവുകൾ നികത്തുന്നതിനായി കടന്നുപോകുന്ന എല്ലാ ചരക്കുകൾക്കും 20% നിരക്കിൽ തുക അമേരിക്ക ഈടാക്കും. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ചുങ്കം ഈടാക്കില്ലെന്ന മുൻകാല നയത്തിൽ നിന്നുള്ള അമേരിക്കയുടെ വലിയൊരു ചുവടുമാറ്റമാണിത്. ആയത്തുള്ള ഖമേനിയുടെ മരണത്തെ തുടർന്ന് അമേരിക്കയോട് പ്രതികാരം ചെയ്യുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥർ. അമേരിക്കയോടുള്ള പ്രതികാരം ഇറാനിയൻ ജനതയുടെ അവകാശമാണെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി സെക്രട്ടറി അലി ബഗേരി ക്യാനി പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലോകത്തെ എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും 1/5 കടന്നുപോകുന്ന സുപ്രധാന കപ്പൽപാതയായ ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ കടുത്ത സൈനിക സംഘർഷങ്ങളുടെ വേദിയായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ ആക്രമണങ്ങളെയും ഭീഷണികളെയും തുടർന്ന് ഈ വർഷം ആദ്യം ഇവിടെ കപ്പൽ ഗതാഗതം കുത്തനെ കുറഞ്ഞിരുന്നു. മുൻപ് പ്രഖ്യാപിച്ച വെടിനിർത്തലിന് ശേഷം ഗതാഗതം നേരിയ തോതിൽ മെച്ചപ്പെട്ടെങ്കിലും യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇനിയും എത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.